വടകര MDMA കേസിലെ മുഖ്യപ്രതികളുമായി താൽക്കാലിക അധ്യാപിക കീർത്തന ലക്ഷക്കണക്കിന് രൂപയുടെ ഗൂഗിൾ പേ ഇടപാടുകൾ നടത്തിയതായി അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന കീർത്തനയെ തെളിവെടുപ്പിനും വിശദമായി ചോദ്യം ചെയ്യലിനുമായി കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് വടകര NDPS കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ലഹരി ഇടപാടുകളിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കിയത്. കേസിലെ ഒന്നാം പ്രതിയായ സഫ്വാനിൽ നിന്ന് കീർത്തന പണം കൈപ്പറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റ് പ്രതികളായ കാവ്യ, നീഷ്മ, ജിജിൽ എന്നിവർക്ക് ലക്ഷക്കണക്കിന് രൂപ കൈമാറിയതിന്റെ ഡിജിറ്റൽ രേഖകളും പോലീസിന് ലഭിച്ചു. കീർത്തനയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതികളുമായുള്ള അടുത്ത ബന്ധം വ്യക്തമാക്കുന്ന ചിത്രങ്ങളും മയക്കുമരുന്ന് ഇടപാടുകളേടെന്ന് സംശയിക്കുന്ന ചാറ്റുകളും പോലീസ് കണ്ടെടുത്തു. പേരാമ്പ്ര BRCയിലെ താൽക്കാലിക അധ്യാപികയായ കീർത്തന ലഹരിക്കടത്തിനായി സ്കൂൾ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചിട്ടുണ്ടോ, കേസിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കസ്റ്റഡി ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്ന് പോലീസ് വാദിച്ചു. 3 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതെങ്കിലും വടകര NDPS കോടതി ജഡ്ജി അന്യാസ് തയ്യൽ കീർത്തനയെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിടാൻ ഉത്തരവിടുകയാണ് ഉണ്ടായത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കണം. ഇതിനിടെ കേസിലെ മറ്റ് പ്രതികളായ കാവ്യ, നീഷ്മ, സഫ്വാൻ എന്നിവരുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിച്ചു. പ്രതികൾക്ക് മയക്കുമരുന്ന് ഇടപാടിൽ നേരിട്ട് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇല്ലെന്ന് പ്രതിഭാഗം വാദിച്ചെങ്കിലും അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂട്ടർ EV ലിജീഷ് കോടതിയിൽ ശക്തിയായി വാദിച്ചു. കോടതി നടപടികൾക്ക് ശേഷം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പൊട്ടിത്തെറിച്ച കീർത്തന തനിക്കെതിരായ എല്ലാ ആരോപണങ്ങളും തള്ളിക്കളഞ്ഞു. എന്റെ 2 ബാങ്ക് അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും അതിൽ ലോൺ തിരിച്ചടവുകൾ മാത്രമാണുള്ളതെന്നും പോലീസ് പറയുന്നത് വ്യാജ ആരോപണങ്ങളാണെന്നും അതിൽ തനിക്കൊരു പങ്കുമില്ലെന്നും താൻ ആർക്കും MDMA നൽകിയിട്ടില്ലെന്നും കീർത്തന പറയുന്നുണ്ട്. കേസിൽ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളും ഫോൺ വിവരങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം.